ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു D3 സോൺ. D3 സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊട്ടാറ്റോ റൈസ് ബോളിൻ്റെ റെസിപ്പിയാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന ഒരു റെസിപ്പി ഐറ്റമാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വൈകിട്ടൊക്കെ നമുക്ക് 4 മണിക്കൊക്കെ ചായ കുടിക്കുന്ന സമയത്ത് കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു ക്രിസ്പി ആയിട്ടൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ജാറിൽ കുതിരാൻ വെച്ചിട്ടുള്ള അരിയുണ്ട്, പച്ചരി ഉണ്ടല്ലോ, നമ്മൾ മുൻപേ കുതിരാൻ വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി മാറ്റിയിട്ട് നമ്മൾ ഈ ജാറിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 8-9 മണിക്കൂർ നമ്മൾ അരി കുതിരാൻ വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കത് അടിച്ചെടുക്കാം, നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് പൊട്ടാറ്റോസ് ആണ്. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആണ്. നമ്മൾ ഈ സെയിം ജാറിൽ നമുക്ക് സെയിം മിക്സ്ചറിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അധികം വേണ്ട, ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആവേണ്ട രൂപത്തിൽ. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ അടിച്ചെടുത്ത പൊട്ടാറ്റോയും അരിൻ്റെ മാവും കൂടിയിട്ട് നമുക്കിതിൽ മിക്സ് ആക്കാൻ വെക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ആക്കാം, രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കാം. അപ്പോൾ ഈ ഒരു പരിവാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളൊരു കുഞ്ഞു ബൗള് നമ്മൾ സബോള നമ്മൾ എടുത്തിട്ടുണ്ട്, കുഞ്ഞിതാക്കിയിട്ട് സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തത്, അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വെജീസ് ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ മിനിമലായിട്ടാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക, നമ്മുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മസ്റ്റായിട്ടും വേണ്ട ഒരു ഐറ്റമാണ് ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച മുളക്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും ഇഞ്ചിയുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, രണ്ടും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട്. കുഞ്ഞിതാക്കി അരിഞ്ഞിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാലയാണ് കേട്ടോ, വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ കായംപൊടി ഇട്ട് കൊടുക്കുക. കായംപൊടി നല്ലതാണ്, നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ കുറേ അല്ല, കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക, എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ എരിവിന് കുറച്ചൊരു കളറും എരിവും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലിപ്പൊടി ഇടാം, അല്ല വെച്ചാൽ നമ്മുടെ സാധാരണ ചില്ലിപ്പൊടി ഇടാം, ചില്ലി പൗഡർ ഇടാം. പിന്നെ ഉപ്പ് കുറവായിരുന്നു, അപ്പം ഞങ്ങൾ വീണ്ടും ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തേക്കണത് കറിവേപ്പിലയാണ്. കറിവേപ്പില ആണ് ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് വേണമെന്ന് വെച്ചാൽ മല്ലിയില, അതുപോലെ മിൻറ്റിൻ്റെ ലീഫൊക്കെ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പം അത് കാരണമാണ് ഞങ്ങൾ അത് ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് നമുക്ക് നന്നായി ചൂടായ എണ്ണയിൽ നമുക്ക് 2 മെത്തേഡ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, സ്പൂണ് വെച്ചിട്ട് നന്നായി ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക, അപ്പോൾ പിന്നെ എണ്ണ കുടിക്കില്ല. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ഉണ്ട പോലെ നമുക്ക് ഇത് കിട്ടും. ഒഴിക്കുമ്പോൾ തന്നെ നല്ല പോലെ വീർത്തിട്ട് വരും. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് മെത്തേഡ്, നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്ന മെത്തേഡ്. ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിത് വറുത്ത് കോരി ഓരോ ബാച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആൻഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ മാവ് എടുത്തിട്ട് ഒഴിക്കാം. പക്ഷെ ഇത് ചിലപ്പോൾ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചിട്ട്. എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടേസ്റ്റിയാണത്, വളരെ ടേസ്റ്റിയാണ്.
വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.